വെൽക്കം ടു സ്പീക്ക് നൗ. സ്പീക്ക് നൗവിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ചൂടൊക്കെ ഭയങ്കരമായിട്ട് കൂടി. ഇന്നിപ്പോൾ ഇതാ ചെറിയ മഴച്ചാറ്റലൊക്കെ ഉണ്ട്, ക്ലൗഡി ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ? മഴ പെയ്താൽ കുറച്ചും കൂടെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ എപ്പിസോഡ്സ് ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? യൂസ്ഫുൾ ആണോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ അതൊക്കെ നമ്മളെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രോഗ്രാംസ് കാണണം, അഭിപ്രായങ്ങളെല്ലാം നമ്മളെ അറിയിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ചൂടൊക്കെ കൂടിയ ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഇന്നത്തെ തീം, ഈ എപ്പിസോഡിലെ ഇന്നത്തെ തീം സമ്മറാണ്. സമ്മറും ചൂടും ഒക്കെ ചേർത്തിട്ടുള്ളൊരു സെഗ്മെൻ്റാണ് നമ്മൾ തീമാണ് നമ്മൾ ഈ എപ്പിസോഡിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ എപ്പിസോഡിലെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. വേർഡ് ഹണ്ട് എന്ന സെഗ്മെന്റ് ആണിത്. ഈ വേർഡ് ഹണ്ട് എന്ന സെഗ്മെന്റിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ വൊക്കാബുലറികളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് സമ്മർ തീമാണ്. സമ്മർ തീമിൽ അല്ലെങ്കിൽ സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ, പുതിയ കുറച്ച് വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് സ്കോച്ചിങ്. സ്കോച്ചിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭയങ്കര ചൂട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കോച്ചിങ് എന്ന് ഉപയോഗിക്കുന്നത്. സ്കോച്ചിങ്, ഓക്കെ, കത്തുന്ന ചൂട് എന്നൊക്കെ പറയില്ലേ, അതിനാണ് സ്കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ പറയാം? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട് ഇൻ ദ സ്കോച്ചിങ് ഹീറ്റ്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട് ഇൻ ദ സ്കോച്ചിങ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊള്ളുന്ന ചൂടിൽ, കത്തുന്ന ചൂടിൽ എനിക്ക് പുറത്ത് പോകാൻ താല്പര്യമില്ല എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. മറ്റൊരു വാക്ക് ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ്. ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ് എന്ന് വെച്ചാൽ എന്താ? വേർപ്പിൽ കുളിച്ചെന്ന് അല്ലേ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഒന്ന് എത്തി നോക്കിയാൽ പോലും നമ്മൾ വേർത്ത് കുളിക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ്, ഐ എം ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേർത്ത് കുളിച്ചെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ അത് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ദ സ്റ്റുഡൻസ് ആർ ഡ്രെഞ്ച്ഡ് ഇൻ സ്വെറ്റ് അല്ലേ? കുട്ടികൾ ആകെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന കുട്ടികളൊക്കെ വേർത്ത് കുളിച്ചിട്ടാണ് വരുന്നതെന്നുള്ള അർത്ഥമാക്കുന്ന ഒരു സെൻറ്റൻസ് ആണത്. ഇനി മറ്റൊരു വാക്കാണ് ബ്ലേസിങ്. ബ്ലേസിങ് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു വാക്കാണ് ബ്ലേസിങ്. എന്താണ്? ജ്വലിക്കുന്ന എന്നാണ്. അതായത് കത്തി ജ്വലിക്കുന്ന, ചൂട് എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് ജ്വലിക്കുന്ന. ഹി റഷ്ഡ് ബാക്ക് ഇൻ ടു ദ ബ്ലേസിങ് ഹൗസ്. കത്തുന്ന, ജ്വലിക്കുന്ന എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഹി റഷ്ഡ് ബാക്ക് ഇൻ ടു ദ ബ്ലേസിങ് ഹൗസ്. ജ്വലിക്കുന്ന അല്ലെങ്കിൽ കത്തുന്ന, തീ കത്തിക്കൊണ്ടിരിക്കുന്ന ആ വീടിൻ്റെ ഉള്ളിലേക്ക് അയാൾ ഓടിക്കയറി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇനി മറ്റൊരു വാക്കാണ് പാച്ച്ഡ്. ഈ പാച്ച്ഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? കേട്ടിട്ടുണ്ടോ? വരണ്ട് ഉണങ്ങിയ എന്നുള്ള അർത്ഥമാണ് ഇതിന്. വരണ്ട് ഉണങ്ങിയ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പാച്ച്ഡ് എന്ന് പറയാം അല്ലേ? അത് എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം? ഷീ ടച്ച്ഡ് ഹർ വെറ്റ് ഫിംഗർ ടിപ്സ് ടു ഹർ പാച്ച്ഡ് ലിപ്സ്. നമ്മൾ പറയാറുണ്ട് വരണ്ടുണങ്ങിയ ചുണ്ട് എന്നല്ലേ. നമ്മൾ ചിലപ്പോൾ ബാമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചുണ്ടിൻ്റെ വരൾച്ച മാറ്റാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ സമ്മർ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാം വരണ്ടുണങ്ങിയ പാടം എന്നൊക്കെ പറയാം അല്ലേ? നമുക്ക് പലപ്പോഴും കാണാറുള്ളൊരു കാഴ്ചയാണ് വിണ്ട് കീറി കിടക്കുന്ന പാടങ്ങളൊക്കെ. സ്ഥിരമായിട്ട് വേനൽക്കാലത്ത് ഒരു സ്ഥിരം കാഴ്ചയാണ് വിണ്ട് കീറി കിടക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെ, ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത പാടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പറയുന്നതാണ് പാച്ച്ഡ് ലാൻഡ് എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ പാച്ച്ഡ് ലിപ്സ് എന്നാണ് പറയുന്നത്, വരണ്ട ചുണ്ടുകൾ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മറ്റൊന്നാണ് സ്വെൽട്ടറിങ്. സ്വെൽട്ടറിങ് ഹീറ്റ് എന്ന് പറയും. എന്താണ് സ്വെൽട്ടറിങ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പുഴുങ്ങുന്ന എന്നൊക്കെ പറയുന്നില്ലേ? വേവുന്ന ചൂടാണ്, പുഴുങ്ങുന്ന ചൂടാണ്, അയ്യോ ഇങ്ങനെ വീർപ്പ് മുട്ടുന്ന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അത്തരത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വെൽട്ടറിങ് എന്ന് പറയുന്നത്. ഇവിടെയും അതിൻ്റെ അർത്ഥം വെരി ഹോട്ട് എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഈ മലയാളത്തിൽ നമുക്ക് പല ആംഗിളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിലൊന്നാണ് സ്വെൽട്ടറിങ്. അപ്പം എങ്ങനെയാണ് ഇതിനൊരു സെൻറ്റൻസിലാക്കുന്നത് നമുക്ക് നോക്കാം. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് ആൻഡ് ഐ എം സ്റ്റിൽ സ്വെൽട്ടറിങ്. പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാനിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിൽ ചൂടുകൊണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. പുറത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും ഉള്ളിലെ ചൂട് ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് ആൻഡ് ഐ എം സ്റ്റിൽ സ്വെൽട്ടറിങ്. ഇനി മറ്റൊരു വാക്കാണ് ടോറിഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? കേട്ടിട്ടുണ്ടോ?
ടോറിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന, എഗെയിൻ ഭയങ്കര ചൂടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടോറിഡ് എന്ന് പറയാം. പൊള്ളുന്ന ചൂട്, അല്ലെങ്കിൽ ഇത് വേറെ പല രീതിയിലും നമുക്കതിനെ പ്രയോഗിക്കാം. ഇപ്പം നമുക്ക് പറയാം, ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ടോറിഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാം. ദേ ഹാഡ് എ ടോറിഡ് റിലേഷൻഷിപ്പ്, അതായത് ഭയങ്കര വികാരോഷ്മളമായ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടോറിഡ്. ഇനി ഒരു സെൻറ്റൻസിൽ അതെങ്ങനെ പ്രയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് എ ടോറിഡ് സമ്മർ ഡേ. അല്ലെങ്കിൽ ഹി ഹാഡ് എ ടോറിഡ് റിലേഷൻഷിപ്പ് വിത്ത് എ ഫിലിം സ്റ്റാർ, അല്ലേ? അതൊരു ഭയങ്കര പൊള്ളുന്ന വേനൽ ദിവസമായിരുന്നു എന്ന് പറയാം. ഇറ്റ് വാസ് എ ടോറിഡ് സമ്മർ ഡേ. ഇനി മറ്റൊരു രീതിയിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹി ഹാഡ് എ ടോറിഡ് റിലേഷൻഷിപ്പ് വിത്ത് എ ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വികാരോഷ്മളമായ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വാക്കാണ് മഗി. മഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പമുള്ള എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇവിടെ ഈ സമ്മറിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ വേർത്തൊലിച്ച് ഇങ്ങനെ ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മഗി എന്ന വേർഡ്. ഇറ്റ്സ് എ മഗി ഈവനിങ്, അല്ലേ? ഒരു മഗി ആയിട്ടുള്ള ഈവനിങ് ആണെന്ന് നമുക്ക് പറയാം. ഇനി മറ്റൊരു പ്രയോഗമാണ് ഷീൽഡ് യുവർ ഐസ് ഫ്രം ദ സൺ എന്ന് നമ്മൾ പറയും, അല്ലേ? പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, ചൂട് കാലത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറയും, നമ്മൾ സൺഗ്ലാസസ് ഉപയോഗിക്കും, അല്ലേ? അതെന്തിനു വേണ്ടിയിട്ട്? ആ കണ്ണിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ണിലേക്ക് നേരിട്ട് സൂര്യൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം നമ്മൾ പറയുന്നതാണ് ഷീൽഡ് യുവർ ഐസ് ഫ്രം ദ സൺ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സൺഗ്ലാസ് ഉപയോഗിക്കുന്നതിൻ്റെ പേർപ്പസ് ആണ് നമ്മളവിടെ പറയുന്നത്. അപ്പം നമുക്കതൊരു സെൻറ്റൻസിൽ എങ്ങനെ എടുക്കാം നോക്കാം. ഐ വെയർ എ വൈഡ് ഹാറ്റ് ടു ഷീൽഡ് മൈ ഐസ് ഫ്രം ദ സൺ. I wear a wide hat to shield my eyes from the sun. ഈ ചൂട് കാലത്ത് ഇത്തരം വാക്കുകളൊക്കെ, ഈ പറഞ്ഞ വൊക്കാബുലറി ഒക്കെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ ഒക്കെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജിന് കുറച്ചും കൂടി ഒരു പവർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ സ്റ്റൈലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, കേട്ടോ. ഇനി നമ്മൾ നമ്മളുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഹൗ ടു സേ എന്ന സെഗ്മെന്റ് ആണ്. എങ്ങനെ ഭയങ്കര ചൂടാണെന്ന് എങ്ങനെ പറയാം, അല്ലെ? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഭയങ്കര ചൂടാണെന്ന് പറയുന്നത്? ഒരു രീതിയിൽ നമുക്ക് പറയാൻ അറിയാം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, ഭയങ്കര ചൂടാണ്, ഇറ്റ്സ് വെരി ഹോട്ട്, അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് പല രീതിയിലായിട്ട് നമുക്കിതെങ്ങനെ പറയാം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ആണ് ഇറ്റ്സ് റോസ്റ്റിംഗ്, അല്ലേ? അതൊരു ഫ്രേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇറ്റ്സ് റോസ്റ്റിംഗ് എന്ന് പറയാം. ഭയങ്കര ചൂടാണ്, എന്തൊരു ചൂടാ പുറത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ്സ് റോസ്റ്റിംഗ്. ഇറ്റ്സ് ബോയിലിംഗ് ഹോട്ട്. ഇറ്റ്സ് ബോയിലിംഗ് എന്ന് പറയാം. എന്ന് വെച്ചാൽ വളരെ ചൂട് കൂടുതൽ ഉള്ളൊരു ദിവസമാണ്, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇറ്റ്സ് സ്കോച്ചിങ്, നമ്മൾ നേരത്തെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, പൊള്ളുന്ന ചൂട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് സ്കോച്ചിങ് എന്ന് ഉപയോഗിക്കാം. ഇനി മറ്റൊന്നാണ് ദിസ് ഹീറ്റ് വേവ് ഇസ് എ നൈറ്റ് മെയർ, അല്ലേ? ഭയങ്കര ചൂടാണത്, എനിക്ക് പേടി സ്വപ്നമായി മാറുന്നുണ്ട് ചൂടിങ്ങനെ കൂടുമ്പോഴത്തേക്കും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്ക് പറയാം ദിസ് ഹീറ്റ് വേവ് ഇസ് എ നൈറ്റ് മെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊന്നാണ് ഇറ്റ്സ് ലൈക്ക് എൻ അവൻ ഹിയർ. ഇറ്റ്സ് ലൈക്ക് എൻ അവൻ ഇൻ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു അവനിലിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അത്രയ്ക്കും ചൂടാണ്. അവൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു കുക്കിംഗ് എക്യുപ്മെൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എൻ അവൻ ഇൻ ഹിയർ, അല്ലെങ്കിൽ അവന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫേർനെസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം തീച്ചൂളയിലിരിക്കുന്ന പോലെ എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ, അതിനാണ് ഇറ്റ്സ് ലൈക്ക് എൻ അവൻ ഓർ ഫേർനെസ് ഇൻ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീച്ചൂളയിലിരിക്കുന്നത് പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റൊന്ന് ഇറ്റ്സ് സ്വെൽട്ടറിങ് ഹീറ്റ്, സ്വെൽട്ടറിങ് ഔട്ട് ഹിയർ. അല്ലെങ്കിൽ മറ്റൊന്ന് ഇറ്റ്സ് ബേക്കിംഗ് ഹോട്ട് എന്ന് നമുക്ക് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളും സെൻറ്റൻസുകളും ഫ്രേസസ് ഒക്കെയാണ്. അപ്പം എല്ലാവരും ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷിനെ ഒന്ന് ടോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കും. സോ നമ്മൾ നമ്മളുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഹൗ ടു സേ എന്ന സെഗ്മെന്റിൽ ഇഡിയംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഡിയംസ് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡിയംസ് യൂസ് ചെയ്ത് സംസാരിക്കാനും ഇഡിയംസ് ചേർത്ത് എഴുതാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് നമ്മളുടെ തീം സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സമ്മർ തീം വെച്ചിട്ടുള്ള ഫസ്റ്റ് ഇഡിയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡോഗ് ഡേയ്സ് ഓഫ് സമ്മർ. ഡോഗ് ഡേയ്സ് ഓഫ് സമ്മർ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഡോഗ് ഡേയ്സ് ഓഫ് സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചൂടുള്ള എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പ്രത്യേകിച്ച് ഈ ജൂലൈ ടു സെപ്റ്റംബർ
എന്നെ പറയുന്ന ഒരു കാലഘട്ടത്തിനെ പറയുന്നതാണ് ഡോഗ് ഡേയ്സ് ഓഫ് സമ്മർ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഭയങ്കര ചൂടൊക്കെ കൂടിയതുകൊണ്ട് നമ്മളധികം കുറച്ചുകൂടി ഇനാക്റ്റീവ് ആയിരിക്കും, വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പറയുന്നതാണ് ഡോഗ് ഡേയ്സ് ഓഫ് സമ്മർ എന്ന്. അപ്പോൾ ഇനി അതിനെ ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. The dog days of summer are over and the kids have gone back to school. The dog days of summer are over and the kids have gone back to school. അതായത് സമ്മർ പീക്ക് സമ്മർ ജൂലൈ ടു സെപ്റ്റംബർ ആ സമയം സമ്മർ കഴിഞ്ഞു, കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചു പോയി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ഇഡിയമാണ് ഫുൾ ഓഫ് ഹോട്ട് എയർ. എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളു നിറച്ചും ചൂടുള്ള എയർ ആണെന്നാണോ? അല്ല, പകരം ഫുൾ ഓഫ് നോൺസെൻസ് ആണ് എന്നാണ് അതിനർത്ഥം. ഒരാൾ ഫുൾ ഓഫ് ഹോട്ട് എയർ എന്ന് പറയുകയാണെങ്കിൽ അയാൾ ഫുൾ ഓഫ് നോൺസെൻസ് ആണ്. ഒരു ഒന്നും ചിന്തിക്കാതെ ചുമ്മാ ഇങ്ങനെ നോൺസെൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫുൾ ഓഫ് ഹോട്ട് എയർ നമുക്ക് പറയാം. അതിന് ഒരു സെൻറ്റൻസിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഐ ഡിഡ് നോട്ട് ബിലീവ് എ വേർഡ് ഷി സെഡ്, ഷി വാസ് ഫുൾ ഓഫ് ഹോട്ട് എയർ. അവൾ പറഞ്ഞ ഒരു അക്ഷരം ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഷി വാസ് ഫുൾ ഓഫ് ഹോട്ട് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നോൺസെൻസ് ആണ് പറഞ്ഞത്, ഞാനൊരു അക്ഷരം വിശ്വസിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ ഇഡിയമാണ് അണ്ടർ ദ സൺ. ഇനി മലയാളത്തിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയില്ലേ? സൂര്യന് കീഴിലുള്ളത് എന്തും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അണ്ടർ ദ സൺ എന്ന് പറയാം. അപ്പം എനിത്തിങ് ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ എവറിത്തിങ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിനെ ഒരു സെൻറ്റൻസിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ലണ്ടൻസ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഹാസ് എവറി ഷോപ്പ് അണ്ടർ ദ സൺ. ഇറ്റ് ഈസ് ഓൾവേസ് അറ്റ് ദ ബിസിയസ്റ്റ് ഓൺ എ തേഴ്സ്ഡേ. അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? ഇതിൻ്റെ അർത്ഥം മലയാള അർത്ഥം ഒന്നും പറയണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊന്ന്, റേ ഓഫ് സൺഷൈൻ. എ റേ ഓഫ് സൺഷൈൻ, ഇത് നമ്മൾ കേട്ടിട്ടില്ലേ? പ്രതീക്ഷയുടെ ഒരു സൂര്യകിരണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? കുറച്ച് കാവ്യാത്മകമായി പറയുമ്പോൾ അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എ റേ ഓഫ് സൺഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്, ഒരു പ്രതീക്ഷയെ കാണിക്കുന്നതാണ് റേ ഓഫ് സൺഷൈൻ എപ്പോഴും. ഇനി അതിനെ ഒരു സെൻറ്റൻസിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. മിസ്റ്റർ സ്മിത്ത് ലൈക്സ് ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ. ദേ ആർ ഹിസ് റേ ഓഫ് സൺഷൈൻ. അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. അവരാണ് അയാളുടെ പ്രതീക്ഷ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ദേ ആർ ഹിസ് റേ ഓഫ് സൺഷൈൻ. അയാളുടെ ഗ്രാൻഡ് ചിൽഡ്രനെ കുറിച്ച് പറയാണ് അവിടെ. മിസ്റ്റർ സ്മിത്ത് ലൈക്സ് ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ. ദേ ആർ ഹിസ് റേ ഓഫ് സൺഷൈൻ. ഇനി മറ്റൊരു ഇഡിയമാണ് ബ്രൈറ്റൻ അപ്പ് സംവൺസ് ഡേ. ബ്രൈറ്റൻ അപ്പ് സംവൺസ് ഡേ അല്ലേ? ആരുടെയെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കുന്നതാണ് അല്ലേ? അപ്പം ബ്രൈറ്റൻ അപ്പ് സംവൺസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനാണ് ബ്രൈറ്റൻ അപ്പ് സംവൺസ് ഡേ എന്ന് പറയുന്നത്. ദ ഗുഡ് ന്യൂസ് റിഗാർഡിംഗ് ഹിസ് ഫാമിലി ലിവിംഗ് അബ്രോഡ് ബ്രൈറ്റൻഡ് അപ്പ് ഹിസ് ഡേ. The good news regarding his family living abroad brightened up his day. Brightened up his day. ഇനി മറ്റൊരു പ്രയോഗമാണ് എ പ്ലേസ് ഇൻ ദ സൺ. എ പ്ലേസ് ഇൻ ദ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടതെല്ലാം അയാൾ നേടിയെടുത്തു എന്നുള്ളത് അർത്ഥമാക്കുന്നതാണ് എ പ്ലേസ് ഇൻ ദ സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതൊരു സെൻറ്റൻസിൽ പ്രയോഗിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം. റയൻ ഹാസ് ബീൻ സ്റ്റഡിയിങ് ആൻഡ് വർക്കിംഗ് ഹാർഡ് ഇൻ ദ പാസ്റ്റ് ഡെക്കേഡ്, സോ ഹി ഡിസേർവ്സ് ഹിസ് പ്ലേസ് ഇൻ ദ സൺ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. ഇനി മറ്റൊരു ഇഡിയമാണ്, വളരെ കോമൺ ആണ്, പോപ്പുലർ ആണ്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യം, കാറ്റുള്ളപ്പോൾ പാറ്റണം എന്നൊക്കെ പറയാറില്ലേ? അതിന് ഈക്വലൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇഡിയമാണിത്. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്. അതായത് ഇപ്പം ലിറ്ററൽ മീനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം ഉണ്ടാകുന്ന സമയത്താണ് ഈ ഹേ ഉണ്ടാക്കുന്നത്. ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചിയില്ലേ, പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന അവരുടെ ഫുഡാണ് അല്ലേ? അത് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റുന്നത് നല്ല വെയിലുള്ള സമയത്താണ്. അപ്പോൾ ആ ഒരു അവസരത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നും കൂടെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിനി അതൊരു സെൻറ്റൻസിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഇനി അതിനെ ഒരു സെൻറ്റൻസിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. You should take advantage of this lifetime opportunity to work abroad. Make hay while the sun shines. ആർക്കോ ഒരു ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാണ് എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ അവസരങ്ങൾ കിട്ടില്ല, കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കൂ. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു പ്രയോഗമാണ് ലൈക്ക് എ കാറ്റ് ഓൺ എ ടിൻ റൂഫ്. ലൈക്ക് എ കാറ്റ് ഓൺ എ ടിൻ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? കരയ്ക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കരയ്ക്ക് പിടിച്ച് എന്തോ കാര്യത്തിന് അപ്സെറ്റായിട്ട് ആകെ വറീഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലൈക്ക് എ കാറ്റ് ഓൺ എ ടിൻ റൂഫ് എന്ന് പറയുന്നത്.
When my children don't come home on time at night, I feel like a cat on a tin roof. When my children don't come home on time at night, I feel like a cat on a tin roof. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സമ്മർ റിലേറ്റഡ് ഇഡിയംസ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം ഈ ഒരു സമ്മർ റിലേറ്റഡ് ഇഡിയംസ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കാനും എഴുതാനൊക്കെ ശ്രമിക്കൂ. എന്തുകൊണ്ടാണെന്നറിയോ ഈ ഇഡിയംസ് ഒക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്? ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ കൂടുകയാണ്. നമ്മളൊരു ആവറേജ് ലെവലിൽ നിന്നും കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് പോകും. അതായത് നമ്മൾ പറയുന്ന പോലെ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ പലപ്പോഴും ഒരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് കരയ്ക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മളുടെ മാതൃഭാഷ ആയതുകൊണ്ടും നമുക്ക് ആ ഭാഷയിൽ അത്രമേൽ നോളജ് ഉള്ളത് കൊണ്ടുമാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഇഡിയംസ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ലെവൽ ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലാംഗ്വേജ് കുറച്ചും കൂടെ ഹയർ ആയിട്ട് മറ്റുള്ളവർ കരുതും. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കും എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ. ഇനി മാത്രമല്ല, ഇനിയിപ്പം അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുമ്പം ഇത്തരം ഇഡിയംസൊക്കെ ഉപയോഗിച്ച് ഒരാൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയൊക്കെയാണ് ചെയ്യുമ്പോൾ സമയത്ത് ഇത്തരത്തിലുള്ള ഇഡിയംസൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരം പ്രയോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും മറക്കരുത്. സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. അങ്ങനെ നമ്മളുടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇത് ഹൗ ടു സേ എന്ന സെഗ്മെന്റ് തന്നെയാണ്. ഇവിടെ കൊലൊക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൊലൊക്കേഷൻസ്. ആദ്യത്തേത് ടു സിറ്റ് ഇൻ ദ സൺ. ടു സിറ്റ് ഇൻ ദ സൺ എന്താണ് നമുക്കറിയാം, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥമാണ് അല്ലേ? ടു സിറ്റ് ഇൻ ദ സൺ, അതായത് നമുക്കറിയാം ഈ തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് സമ്മർ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും, അത് നമ്മൾ ഇവിടെയല്ല, UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ ഒന്നുമല്ല, നമ്മുടെ രാജ്യത്താണെങ്കിൽ നോർത്തിലൊക്കെ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തണുപ്പ് കഴിഞ്ഞിട്ട് ചൂട് വരുന്നൊരു സമയത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. സമ്മർ ഭയങ്കര എൻജോയ് ചെയ്യും. ഇപ്പം മഞ്ഞൊക്കെ പെയ്യുന്ന രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് കഴിഞ്ഞിട്ട് ആ സമ്മർ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആവും അവർ. അപ്പോൾ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. കണ്ടിട്ടില്ലേ, ബീച്ചിലേക്കൊക്കെ പോകുന്നു, അവിടെ സൺ ബേത്തിങ് ഒക്കെ കാണുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്ന ആ സണ്ണിനെ എൻജോയ് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ടു സിറ്റ് ഇൻ ദ സൺ. ടു കീപ് ഔട്ട് ഓഫ് ദ സൺ. ഇപ്പം ജൂലൈ മാസമാണെങ്കിൽ നമ്മൾ ഈ ജൂലൈയിൽ നമ്മുടെ കത്തുന്ന പൊള്ളുന്ന വെയിലിൽ നമ്മൾ പറയും അയ്യോ വെയിലത്തേക്ക് ഇറങ്ങല്ലേ എന്ന് പറയും. ടു കീപ് ഔട്ട് ഓഫ് ദ സൺ. ഇനി മറ്റൊന്ന് സൺ ഇൻ യുവർ ഐസ്. നമ്മൾ പറയാറുണ്ട് അല്ലേ, കണ്ണിലേക്ക് സൂര്യൻ അടിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം സൺ ഇൻ യുവർ ഐസ്. മറ്റൊന്ന് നമ്മൾ വെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ എസ്പെഷ്യലി മഞ്ഞൊക്കെ പെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ആ മഞ്ഞൊക്കെ ഒന്ന് മാറി പതുക്കെ സൂര്യനൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ വാട്ട് എ വെതർ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ആ ഗ്ലോറിയസ് വെതർ എന്നൊക്കെ നമ്മൾ പറയും. ആ വെതർ എല്ലാവരും ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ ഒരു വെതറിനെ എല്ലാവരും, യൂറോപ്യൻ കൺട്രീസിൽ മാത്രമല്ല തണുപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ തണുപ്പ് മാറുന്ന, സ്നോ ഒക്കെ മാറിയിട്ടുള്ള ആ സമയത്തിനെ വളരെയധികം അവർ ഹാപ്പി ആയിട്ടത് വെൽക്കം ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ഗ്ലോറിയസ് വെതറാണ്. നമുക്ക് മാത്രമാണ് ഇതിങ്ങനെ അയ്യോ വേണ്ട, ചൂട് വേണ്ട, ഇവിടുത്തെ ചൂടല്ല അവിടുത്തെ ചൂട്. അപ്പം അതുകൊണ്ട് തന്നെ ആ നമ്മളെപ്പോലെയല്ല, അവർ ഭയങ്കരമായിട്ട് സമ്മറിനെ എൻജോയ് ചെയ്യുന്നതാണ് സമയത്ത്. അവർക്ക് പൂക്കളും ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ നടുകയും അതൊക്കെ എൻജോയ് ചെയ്യും, ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഗ്ലോറിയസ് വെതർ എന്ന് നമ്മൾ പറയാറുണ്ട് ആ സമയത്തിന്. ഇനി മറ്റൊരു പ്രയോഗമാണിത് ടു ഫീൽ ദ ഹീറ്റ്. ടു ഫീൽ ദ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആ ചൂട് ശരിക്കും നമ്മൾ അനുഭവിക്കുക അല്ലേ? ടു ഫീൽ ദ ഹീറ്റ്. ഇനി മറ്റൊന്ന് ടു എസ്കേപ്പ് ഫ്രം ദ ഹീറ്റ്. നമ്മൾ പറയാറുണ്ട് ടു എസ്കേപ്പ് ഫ്രം ദ ഹീറ്റ്. എന്താണ്, 2 നേരം കുളിച്ചു അല്ലെങ്കിൽ 3 നേരം കുളിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ടു എസ്കേപ്പ് ഫ്രം ദ ഹീറ്റ്, ഹീറ്റിൽ നിന്ന്, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊന്നാണ് ടു ഡൈവ് ഇൻ ടു വാട്ടർ. ടു ഡൈവ് ഇൻ ടു വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറയാറില്ലേ ചൂടെടുത്തിട്ട് ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴി ഇട്ടു അല്ലേ? ടു ഡൈവ് ഇൻ ടു വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴി ഇട്ടു എന്ന് പറയാം. ദ ബെസ്റ്റ് ഓഫ് ദ വെതർ. ചില രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെതർ ഏതാണെന്ന് വെച്ചാൽ സമ്മറാണ്. ഈ ഒരു സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന സമയങ്ങളാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് വെതർ എന്ന് പറയുന്നത്. അപ്പം ദ ബെസ്റ്റ് ഓഫ് ദ വെതർ എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം കൊളൊക്കേഷൻസ് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ എപ്പിസോഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ആക്ടിവിറ്റി സെഗ്മെന്റ് ആണിത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ആൻസർ കണ്ടുപിടിച്ചോ? ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീ, ലുക്ക് ആൻഡ് വാച്ച്? സീ, ലുക്ക് ആൻഡ് വാച്ചിൻ്റെ ഡിഫറൻസ് എന്താണ്?
പെട്ടെന്ന് കേട്ടാൽ പലപ്പോഴും നമുക്ക് ഒരുപോലെയാണെന്ന് ഒരേ അർത്ഥമല്ലേ എന്ന് തോന്നാം, പക്ഷേ അതിന് ഡിഫറെൻ്റ് അർത്ഥമാണ്. എന്തൊക്കെയാണ് അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സീ, കാണുക എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് ഐസ് ആണ്. ഐ ക്യാൻ സീ യു, അല്ലേ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഐ സീ ദിസ് എന്നൊക്കെ പറയാം, അല്ലേ. സീ, കാണുക എന്നുള്ളൊരു അർത്ഥമാണ്. ലുക്ക് എന്ന് പറയുമ്പോൾ അത് നോക്കുക എന്നാണ്. അതിന് നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പേയിങ് അറ്റൻഷൻ ടു സംതിങ് എന്നാണ് പറയുന്നത്. ഐ ആം ലുക്കിംഗ് അറ്റ് യു, ഐ എം സീയിങ് യു എന്ന് പറയുന്നതിൻ്റെ അതേ അർത്ഥമല്ല ഐ എം ലുക്കിംഗ് അറ്റ് യു എന്ന് പറയുന്നത്, അല്ലേ. അപ്പം ലുക്കിംഗ് എന്ന് പറയുന്നത് നോക്കുക, മറ്റത് കാണുകയാണ്. ഇനി മറ്റത് വാച്ചാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാച്ച്? വാച്ച് എന്ന് പറയുന്നത് ഒരു സിനിമ നമ്മൾ കാണുകയല്ല, നോക്കുകയല്ല ചെയ്യുന്നത്. സിനിമ അല്ലെങ്കിൽ TV പ്രോഗ്രാമിനൊക്കെ അല്ലെങ്കിൽ ഒരു ഡ്രാമ ഒക്കെ കാണുന്നത് അതിന് വാച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വാച്ച് എന്നാണ് അതിന് അതാണ് അതിൻ്റെ വേർബ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പേയിങ് ക്ലോസ് അറ്റൻഷൻ ടു അല്ലെങ്കിൽ ലുക്ക് അറ്റ് സംതിങ് മൂവിങ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ 3 വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത തവണ ഉപയോഗിക്കാൻ വേണ്ടി. ഇനി നിങ്ങൾ കാത്തിരുന്ന ഈ എപ്പിസോഡിലെ ആ ചോദ്യം ഇതാണ്. നമുക്കറിയാം ഇത് വെക്കേഷൻ സമയമാണ്, അല്ലേ. പലപ്പോഴും അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ തനിയെ അയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയും കൂടെ അയച്ചിട്ടുണ്ടാവും. കുട്ടികളിപ്പോൾ തൽക്കാലം വീട്ടിലില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഇപ്പം എൻ്റെ മോനൊക്കെ ആണെങ്കിൽ വീട്ടിലില്ല, അവൻ നാട്ടിൽ പോയി. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ലോൺലിനെസ്, അവൻ്റെ മുറിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉണ്ട് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം, ഇടയ്ക്കിടയ്ക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുക, ഒരു സങ്കടം വരിക. അങ്ങനെ അത് കുറച്ച് ദിവസത്തേക്കാണ്. അപ്പോൾ എൻ്റെ മോനൊക്കെ 1 മാസം 1.5 മാസം നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ആ ഒരു ഫേസ് ഉണ്ടല്ലോ, ആ ഒരു ലോൺലിനെസ്സോ അല്ലെങ്കിൽ ഒരു വിഷമോ അങ്ങനെയൊക്കെ തോന്നുന്ന ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. അതിനെന്താണ്? പ്രത്യേകിച്ച് മക്കൾ വീട് വിട്ട് പോകുമ്പോൾ അമ്മമാർക്കോ അല്ലെങ്കിൽ പേരൻസിന് തോന്നുന്ന ഒരു ഫീലിംഗ്, അതൊരു സിൻഡ്രമാണ്. അത് എന്താണ് ആ സിൻഡ്രം, അതിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം. അപ്പം നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വരും, കാത്തിരിക്കുക. ഇനി ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, പ്രോഗ്രാം കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസ് ഒക്കെ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പ്രത്യേകിച്ച് സെഗ്മെൻറ്റ്സ് എത്രമാത്രം യൂസ്ഫുൾ ആണ്. ചില സെഗ്മെൻറ്റ്സ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് ഏത് സെഗ്മെൻ്റ് ആണ്? ഇനിയല്ല, നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ നമ്മൾ ഇത്തരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രോഗ്രാംസിൽ വേണ്ട മാറ്റങ്ങൾ തീർച്ചയായും വരുത്തുന്നതാണ്. അപ്പോൾ അത് നമ്മൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം കാണുമ്പോൾ മുതൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച്.